Good morning students. Hope you all are fine. ചെറിയ രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളതൊന്നും ഡിസ്റ്റർബ് ചെയ്യണില്ല എന്ന് നമ്മൾ വിചാരിക്കണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രൊഫഷണൽ പേഴ്സൻ്റെ ദ വേ ഓഫ് പ്രസൻറ്റേഷൻ സ്കിൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. ഹൗ ഹീ ഈസ് പ്രസൻറ്റിങ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇറ്റ് വാസ് എ ക്വൈറ്റ് എന്താ പറയുക, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ബേസിക്കലി നമ്മളൊരു പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു ചെറിയൊരു സെമിനാറിന് വരുമ്പോൾ ഇങ്ങനെ ഹൗ വി ഹാവ് ടു പ്രസൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷൻ, നമ്മുടെ ജെസ്റ്റേഴ്സ്, നമ്മുടെ സ്റ്റാൻഡിങ് പൊസിഷൻ, സിറ്റിംഗ് പൊസിഷൻ, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അഗെയിൻ ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ്. So how we are standing up, on what we are standing എന്നുള്ള കാര്യങ്ങളാണ്. സാധാരണ ഈ ഒരു സംഭവത്തിന് നമ്മൾ പോഡിയം എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. പോഡിയമും ലെക്ടേണാണ് വേറൊരു മീനിങ് വരുന്നത്. അപ്പോൾ പോഡിയം എന്ന് നമ്മൾ പറയാറുണ്ട്, ലെക്ടേൺ എന്ന് നമ്മൾ പറയാറുണ്ട്. ദിസ് ഈസ് ആക്ച്വലി നോൺ ആസ് ലെക്ടേൺ. കാരണം പോഡിയം എന്ന് പറയുന്നത് ഓൺ വിച്ച് തിങ് വി ആർ സ്റ്റാൻഡിങ് ഓൺ, ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് അതിന്മേൽ കയറി നിന്ന് സംസാരിക്കാനുള്ളതാണ് പോഡിയം എന്ന് പറയുന്നത്. ലെക്ടേൺ എന്ന് പറയുന്നത് വേർ വി യൂസ് ടു സ്റ്റാൻഡ് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഇത് കുറച്ച് ചെരിഞ്ഞിട്ടാണ് നമുക്ക് വായിക്കാനുള്ളൊരു കൺവീനിയൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. എന്താണ് നമ്മുടെ നിൽക്കുന്ന പൊസിഷൻ, എങ്ങനെയാണ് നമ്മളിരിക്കുന്ന പൊസിഷൻ, എങ്ങനെയാണ്. പല രീതിയിലും പ്രസൻറ്റേഷൻസ് നടത്താറുണ്ട്. ചില ആൾക്കാർ ഒരു ചെയറിൽ കോർണറിൽ ഇരുന്നിട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് നല്ല രസമായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒരിക്കലും ഇരുന്നിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നിന്നിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്യാറ്. അതിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, കുറേ നേരം നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരൊക്കെയാണ് ചിലപ്പോൾ ഇരുന്നിട്ട് ഓഡിയൻസിനെ ഫേസ് ചെയ്യാറ്, അല്ലെങ്കിൽ ഓഡിയൻസായിട്ട് സംസാരിക്കാറ്. ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ സദസ്സിൽ എപ്പോഴും നമ്മൾ നിന്നിട്ടാണ് സംസാരിക്കാറ്. അപ്പോൾ അങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ വാട്ട് ഓൾ തിങ്സ് വി ഹാവ് ടു കൺസിഡർ എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്? ഹൗ വി സ്റ്റാൻഡ്, ഹൗ വി യൂസ് ദി ലെക്ടേൺ, വാട്ട് അബൌട്ട് അവർ ഐ കോൺടാക്റ്റ്. മെയിനായിട്ട് അവിടെ വരുന്ന ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന കൈയും നമ്മൾ നിൽക്കുന്ന പൊസിഷനും അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ്. Posture is an important part of any presentation. Speaker is the leader throughout the presentation. He wants his audience to see him relaxed and comfortable. So ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തിനെ കുറിച്ചിട്ട് we are coming and we are going to make a lecture, അല്ലെങ്കിൽ we are going to speak about something. അങ്ങനെ ഒരു പേഴ്സൺ ഇസ് കമ്മിങ് എന്നുണ്ടെങ്കിൽ ആ സ്പീക്കറാണ് അന്നത്തെ ദ ഹോൾ ഓഡിയൻസ്, അല്ലെങ്കിൽ അന്നത്തെ സദസ്സിൻ്റെ ലീഡർ എന്ന് പറയുന്ന വ്യക്തി. ഇറ്റ് ഈസ് ഹിം വിൽ ഡിസൈഡ് ഹൗ ദി ക്രൗഡ് ഹാസ് ടു ഗോ ഓൺ. എങ്ങനെയായിരിക്കണം അന്നത്തെ ദിവസം എന്നുള്ളത് മുഴുവനും തീരുമാനിക്കേണ്ടതും, അല്ലെങ്കിൽ അത് മുഴുവനും പ്ലാൻ ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ദ സ്പീക്കറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ദ സ്പീക്കർ ഈസ് ദ അൾട്ടിമേറ്റ് ലീഡർ throughout the presentation. So സ്പീക്കർ ലീഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു ലീഡറിൻ്റെ മെയിൻ ക്വാളിറ്റി എന്താണ്? ഹി ഹാസ് ടു മേക്ക് ദി ഓഡിയൻസ് ടു സിറ്റ് വെരി കാം, കംഫർട്ടബിൾ ആൻഡ് ടു ലിസൺ ടു ഹിം. അല്ലേ, അതല്ലേ വേണ്ടത്? നമ്മളൊരു ഗ്രൂപ്പ് നമ്മൾ സംസാരിക്കാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഭയങ്കര ബഹളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് സംസാരിക്കണതിൽ എന്തർത്ഥമുള്ളത്? സോ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. ഇരിക്കുന്ന ആൾക്കാരൊക്കെ വെൽ കംഫർട്ടബിളായിട്ട് ഇരിക്കുക, ആൻഡ് ദേ ആർ റെഡി ടു ലിസൺ. ആൻഡ് ഹൗ വി ആർ ടോക്കിംഗ്
ദ വേ യു സ്പീക്ക്, ദ വേ യുവർ ആക്ഷൻസ്, ഇതൊക്കെ ആൾക്കാരനെ അവിടെ പിടിച്ചിരുത്തും. സോ ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്പീക്കർ ഹാസ് ടു പേ അറ്റൻഷൻ ടു ഹിസ് പോസ്ചർ. സോ എങ്ങനെയാണ് ഒരു സ്പീക്കർ നിൽക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ പോസ്ചേഴ്സിന് അവിടെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇന്നലെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്താ പറയുക, ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ഈ ലെക്ചറിനെ മാത്രം അല്ലെങ്കിൽ ലെക്ചർ സ്റ്റാൻഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ആൻ ഈ ക്ലാസ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിന്ന് സംസാരിക്കേണ്ടി വരുന്നത്. സോ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. കാരണം നമ്മൾ അതിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആ ക്യാമറ ലിമിറ്റിൽ നമ്മൾ എത്തിയെന്ന് വരില്ല. സോ വിൽ ഗോ ബിയോണ്ട് ഇറ്റ്. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പൊസിഷനിൽ തന്നെ നിന്ന് സംസാരിക്കുന്നത്. നേരെ മറിച്ച് ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെക്ചർ സ്റ്റാൻഡിൻ്റെ അവിടുന്ന്, ഈ ലെക്ചറിൻ്റെ അവിടുന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാറി നിൽക്കാം. അപ്പം മാറി നിന്ന് വെൻ വി കം ക്ലോസർ ടു ദി സ്റ്റുഡൻസ്, അപ്പോൾ അവർക്ക് തോന്നും the person who is standing before us is coming closer to them. അപ്പോൾ അവിടെ എന്താണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു ഓപ്പൺനെസ്സിനൊരു ഇതുണ്ടായിരിക്കും. നിങ്ങൾ പലപ്പോഴും പല സ്പീച്ചുകളും അല്ലെങ്കിൽ പല ആൾക്കാരുടെ ടോക്കിനൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊക്കെ നിൽക്കുന്ന സമയത്ത്, ദാറ്റ് ഈസ് വെൻ യു ആർ ഗ്യാതേർഡ് ഇൻ ദി ഓഡിറ്റോറിയം. നമ്മൾ ഈ ക്ലാസ് കേൾക്കാനായിട്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റേജിൽ നിന്ന് എന്താ പറയുക, കോർഡ്ലെസ് മൈക്കും കൊണ്ട് അവിടെ സ്പീക്കർ എന്ത് ചെയ്യും, ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി താഴത്തേക്ക് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. സോ അത് ഒരിക്കലും ഓഡിയൻസിനെ ഡിസ്കംഫർട്ട് ചെയ്യാറില്ല. ഓഡിയൻസിന് കുറച്ചും കൂടിയും ഒരു എൻതുസിയാസ്റ്റിസം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഓഡിയൻസിനെ ഒന്നും കൂടിയും ഒരു എനർജറ്റിക് ആക്കാനായിട്ട് ഉള്ള ഒരു മെത്തേഡും കൂടിയാണ്. അപ്പം നമ്മൾ പല സ്പീക്കേഴ്സും പല രീതിയിലുള്ള പോസ്റ്റേഴ്സും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദ റെസ്പെക്റ്റഡ് ഫോമർ പ്രസിഡൻറ്റ് ഒബാമ, ആളുടെ സ്പീച്ചിലും ആളുടെ വേ ഓഫ് ടോക്കിങ്ങിലും എത്ര കാമായിട്ടാണ് സംസാരിക്കാറ്. ആളുടെ പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് എങ്ങനെയാണ് ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഹൗ ഹി ബിഹേവ്സ്, ഹൗ ഫ്രണ്ട്ലി ഹി ഈസ് എന്നുള്ളതൊക്കെ. ആളുടെ ഫാമിലി, അതേപോലെ തന്നെ ആൾ റിലീജിയന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, എവറിത്തിങ് ഈസ് വെരി ക്ലിയർ. ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ ബാക്കിയുള്ള ജോലിക്കാരും അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. അവരവരെ ജോലി ചെയ്യുക. ദിസ് പേഴ്സൺ വെൻ ഹീ ഈസ് കമ്മിങ്, പ്രസിഡൻറ്റ് വരുന്ന സമയത്ത് പ്രസിഡൻറ്റ് വർക്ക് ചെയ്യുക. അല്ലാണ്ട് എല്ലാ പണികളും വിട്ടിട്ട് നമ്മൾ ഓടി വരണം, വിഷ് ചെയ്യണം. ഹി നെവർ എക്സ്പെക്ട്സ് ദാറ്റ്. യു ഗോ ഓൺ വിത്ത് യുവർ വർക്ക് ആൻഡ് ഐ എം ഗോയിങ് ഓൺ വിത്ത് മൈ വർക്ക് എന്നുള്ളൊരു രീതിയിലാണ് അവിടെ. വിഷ് ചെയ്യണമെങ്കിൽ വിഷ് ചെയ്യാം, അത്രേ ഉള്ളൂ. അതിലൊരു നിർബന്ധം നമുക്ക് അവിടെ വരുന്നില്ല. അതേപോലെ ആൾ സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിലൊരു പ്രസംഗം വരുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇത് ശബ്ദമുയർത്തുന്ന സമയത്ത് സംടൈംസ് നമ്മൾ ഇങ്ങനൊരു പോസ്റ്റർ കാണിക്കാറുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഒക്കെ ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടുള്ള പോയിൻറ്റ്സിൽ നമുക്ക് വരുന്നുണ്ട്. സോ ദ സ്പീക്കർ ഹാസ് ദ മെയിൻ റോൾ ഹൗ ഹി ഈസ് ടു ദി ഓഡിയൻസ് എന്നുള്ള കാര്യം. ഓക്കെ, ആൻഡ് ദെൻ പോസ്റ്റർ എന്ന് പറയുന്നത്, പോസ്റ്റർ ദ വേ ഇൻ വിച്ച് സമ്മൺ യൂഷ്വലി ഹോൾഡ്സ് ദെയർ ഷോൾഡേഴ്സ്, നെക്ക് ആൻഡ് ബാക്ക്. നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്? നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ, എനിക്കിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാനായിട്ട് പറ്റുമോ? വിൽ ഐ ഫീൽ കംഫർട്ട്? നോ, ഐ ഡോണ്ട് ഫീൽ ഇറ്റ് കംഫർട്ടബിൾ. സോ ഐ എം ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ലീനിങ് ടു ദി ലെക്ചർ. എൻ്റെ കൈ നമ്മളിവിടെ വെക്കണം, നമുക്ക് കോൺഫിഡൻ്റായി, നമുക്ക് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. നമുക്ക് അതേപോലെ തന്നെ ഇഫ് യു വാണ്ട് ടു റെഫർ എനി പോയിൻറ്റ്സ്, നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സും നമ്മുടെ കയ്യിലുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം വരാണെന്ന് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കും ചെയ്യാം. എവറിത്തിങ് ഈസ് വെരി ക്ലിയർ ആൻഡ് വി ആർ വെരി കംഫർട്ടബിൾ വിത്ത് ദ ക്രൗഡ്. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ കോൺഫിഡൻസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിന് വരുന്നേക്കാളും മുമ്പ് 2-3 പ്രാവശ്യം നമ്മൾ നമ്മുടെ സ്വന്തം മുറിയിൽ ഇരുന്നിട്ട് ആദ്യം ഒറ്റയ്ക്ക് നമ്മൾ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ ഒരു ഫ്ലുവൻസി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക.
സെക്കൻഡ് തിങ് ഇസ് വീട്ടിലുള്ള ആൾക്കാരനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് നമ്മുടെ ടോക്ക് കുറച്ച് നേരം കേൾക്കാനായിട്ട് നമ്മൾ അനുവദിക്കുക. അപ്പോൾ അവർ പറയും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് അവർ പറഞ്ഞു തരും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ, നമ്മൾ സംസാരിക്കുന്ന ഫ്ലുവൻസിയിൽ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കണ്ടൻറ്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റം വരുത്താനായിട്ട് പറ്റും. നമ്മളിതൊന്നും ചെയ്യാണ്ട് നേരെ ഒരു പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ പോയി കഴിഞ്ഞാൽ പലതും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാവുന്ന രീതിയിൽ അവിടെ ഉണ്ടായിരിക്കാം. എല്ലാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആണ്, ഡിസ്ട്രാക്റ്റഡ് ആണ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വന്നത് മുഴുവനും ഒന്നും തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താറുണ്ട്. അത് വലിയ പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് പോകണ്ട. എത്രയോ കുട്ടികൾ നമ്മളിപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ് ഒരു റൈം ഒന്ന് പഠിച്ചിട്ട് അതൊന്ന് പറയാനായിട്ട് അവരോട് പറയുമ്പോൾ അവരിവിടെ വന്ന് ചിലപ്പോൾ അവർ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. പക്ഷേ ആ ഒരു ക്രൗഡിനെ കാണുമ്പോൾ അവരിവിടെ വന്ന് നിന്ന് അവർക്ക് ഒരു വാക്ക് പോലും പറയാൻ പറ്റാതെ ആ കുട്ടികൾ തിരിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. ദേ ആർ വെൽ പ്രിപ്പയർഡ്, പക്ഷേ അവർക്ക് എന്തോ സംതിങ് ഇസ് ഗോയിങ് ഓൺ റോങ്, അവർക്കൊന്നും തന്നെ പറയാനായിട്ട് പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതിലേക്കൊക്കെ എത്തുന്നേക്കാളും മുമ്പ് 2-3 പ്രാവശ്യം നമ്മൾ പറഞ്ഞ് നോക്കി, നമ്മളിതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് നമ്മളിതിനുള്ള പോയിൻറ്റ്സ് ഗ്യാദർ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വി ആർ ഡൂയിങ് എ വർക്ക് വെരി സിൻസിയർലി, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പറയാനുള്ളത് അവിടെ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഓൾമൈറ്റി യു ക്യാൻ പ്രസൻറ്റ് ഇറ്റ് എനിവെയർ. എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നിന്ന് പറയാനായിട്ട് പറ്റും. ഒരു നിമിഷം നമ്മളൊരു ഇതിന് മുമ്പിൽ ഒരു പബ്ലിക് സ്പീക്കിങ്ങിന് വരുന്നേക്കാളും മുമ്പ് നമ്മുടെ ദൈവത്തോടൊന്ന് പറയാം, ദൈവമേ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ പറയുന്നതിനും കേൾക്കാനുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ അത് കേട്ട് മനസ്സിലാക്കാനുള്ള ശക്തിയും ദൈവമേ തരണേ. ഒന്നും മനസ്സിലും ചിന്തിച്ചിട്ട് നിങ്ങളൊന്ന് കയറി നോക്കി. വെറെവർ യു ഗോ, നിങ്ങളവിടെ ഫ്ലോറിഷ് ചെയ്യും, നിങ്ങൾക്കവിടെ സംസാരിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് പോസ്റ്റേഴ്സാണ്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഗുഡ് സ്പീക്കിംഗ് പോസ്ചർ ഹാസ് അതർ ബെനിഫിറ്റ്സ് ടു എ സ്പീക്കർ. It helps to breathe properly and project the voice effectively. ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഈ ഗ്രൂപ്പിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം പോലും കിട്ടില്ല, ബ്രീത്ത് ചെയ്യാൻ പോലും അവർക്ക് പറ്റില്ല. അവരാകെ ടെൻസ്ഡാവും, ആകെ വറീഡാവും ചില കുട്ടികൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ആ കുട്ടികളെ വിളിച്ച് കൊണ്ടുപോയി അവരുടെ ടെൻഷനൊക്കെ മാറ്റി ഒന്ന് നല്ലോണം ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ഒന്നും കൂടിയും പറയിപ്പിച്ച് പിന്നെ വീണ്ടും അവരെ അതിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും അവരെ കൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് പറയിപ്പിച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് റീച്ച്ഡ് ദെയർ സക്സസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഇതിൻ്റെ പോയിൻറ്റ്സിലേക്ക് പോവാം. എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി ലാംഗ്വേജ് എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് ഇന്ന് ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാൻഡിങ് പോസ്റ്റർ, സെക്കൻഡ് വൺ ഈസ് യുവർ ഹാൻഡ്സ്, and third one is holding like a basketball, fourth one is palms up and palms down, and sixth one is steeple the hands, and seventh one is change the position frequently. So when you are standing in the same place, when you are standing in the same posture, sometimes it may get bored. അപ്പോൾ അതൊന്ന് മാറ്റാനായിട്ട്, അതിനൊരു ചെറിയൊരു മാറ്റം വരാനായിട്ട് ചെറിയൊരു മൂവ്മെൻറ്റ്സ് ഒക്കെ എപ്പോഴും നല്ലതാണ്. Okay, so first one, standing posture. How people stand is a strong indicator of their mindset. ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ മുന്നിൽ വന്ന് നിൽക്കുന്നതും ഒട്ടും തന്നെ കോൺഫിഡൻ്റ് ഇല്ലാത്ത ആൾക്കാർ ഒരു സ്പീക്കിങ്ങിന് വേണ്ടി, പബ്ലിക് സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട് അവർ വന്ന് നിൽക്കുമ്പോഴും ദേ ഡിഫറെൻറ്റ്, എൻറ്റയർലി ഡിഫറെൻറ്റ്. പേടിച്ച് വരച്ച് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ വരും, എന്താ പറയുക, ദേ വോണ്ട് ലുക്ക് അറ്റ് ദി ഓഡിയൻസ് ഓൾസോ. അവർ സദസ്സിലേക്ക് നോക്കാൻ തന്നെ അവർ താല്പര്യപ്പെടില്ല. ആദ്യം തന്നെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒന്ന് ഓഡിയൻസിനെ ഒന്ന് കണ്ട് ഒരു ചെറിയ സ്മൈൽ, ഒരു വിഷ്, അതോട് കൂടിയിട്ട് നമ്മുടെ സ്പീക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനേതായ ഒരു മാറ്റം ഉണ്ടായിരിക്കും. നമുക്ക് കുറച്ചും കൂടിയും ഒരു കംഫർട്ടബിലിറ്റി നമ്മൾ ഫീൽ ചെയ്യും. നമ്മുടെ എന്താ പറയുക, നെർവസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറി ടെൻഷനൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് സ്ട്രോങ് ആയിട്ട് നമുക്ക് നിന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദെൻ
when speakers stand in a strong and steady position with his feet about his shoulder width apart, it signals that he feel in control. നമ്മൾ നിൽക്കുന്ന പോസ്ചർ, നമ്മൾ കൊടുക്കുന്ന രീതി, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതെങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യണത്, ഇതൊക്കെ നമ്മുടെ സ്റ്റാൻഡിങ് പോസ്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. Stand straight but not rigid, with his feet about 6 to 12 inches apart and one slightly ahead of the other. Balance the weight evenly on the balls of the feet. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷൻ മാറിയെന്നുണ്ടെങ്കിലും പിന്നീട് നമ്മൾ വന്നാലും we have to balance our weight on the balls of the feet. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത് ആ ഒരു പൊസിഷൻ. ഇപ്പോൾ ഇവിടെ ഈ ലെക്ടേൺ ഉള്ള കാരണമാണ് ചെറുതായിട്ട് നമ്മൾ ലീൻ ചെയ്ത് നമ്മൾ നിൽക്കുന്നത്. ലെക്ടേൺ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ കയ്യോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഹൗ വി ആർ ഗിവിങ് ദി ലെക്ചർ എന്നുള്ളത്. സെക്കൻഡ് വൺ ഈസ് ഹാൻഡ്സ്. രണ്ടാമത്തെ കാര്യം, ഹൗ യു ആർ കീപ്പിംഗ് യുവർ ഹാൻഡ്സ്. When speaker is not actively engaging in gesturing, he can rest his hands in one of two places. The first position is to rest the hands at his side with your fingers slightly curled. ഒന്നെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, നമുക്ക് കേൾ ചെയ്തിട്ട് ഒരു പൊസിഷനിൽ വേണമെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ വയ്ക്കാവുന്നതാണ്. ഇറ്റ് ഫീൽസ് സ്ട്രേഞ്ച് ബട്ട് ഇറ്റ് ലുക്സ് ഫൈൻ ടു ദി ഓഡിയൻസ്. ചില ആൾക്കാർ ഇങ്ങനെ വന്ന് ഇങ്ങനെ കൈ പിടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും, ചിലപ്പോൾ ഇതെന്താ വലിയ ഡിസ്ട്രെസ് ഫീൽ ചെയ്തിട്ടാണോ ഇങ്ങനെ നിൽക്കണേ എന്നുള്ളത്. പക്ഷേ on the side of the ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നത് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കുഴപ്പമില്ല, കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പോസ്റ്ററായിട്ട് തന്നെയാണ് തോന്നുക. ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ടു നെസ്റ്റ് വൺ ഹാൻഡ് വിത്തിൻ ദി അതർ. പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. ഇനി ലെക്ടേൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ മാത്രം നമ്മുടെ കൈ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നെസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനത്തെ ഒരു പൊസിഷനെയാണ് നമ്മൾ ഹാൻഡ്സിൽ വരുന്നത്. കീപ്പിംഗ് ബോത്ത് അറ്റ് നെവൽ ലെവൽ വെൻ നോട്ട് ജസ്റ്റുറിങ്. അപ്പോൾ നമ്മളൊന്നും ഒരു ആക്ഷൻസ് നമ്മൾ കാണിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പൊസിഷനിലേക്ക് തന്നെ നമ്മുടെ കൈ ഇങ്ങനെ വയ്ക്കാവുന്നതാണ്. ഇഫ് യു ഡോണ്ട് ഹാവ് ദി ലെക്ടേൺ. ഇഫ് യു ഹാവ് ദി ലെക്ടേൺ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ കൈ നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. സിൻസ് ഇറ്റ് അലൗസ് ടു ഗെസ്റ്റർ ഫ്രീലി വെൻ ടെല്ലിങ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് ഫുൾ ഫ്രീഡം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ് പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫ്രീഡം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇഫ് യു സ്പീക്ക് at a lectern, rest your hands comfortably on top of the lectern. lectern ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമ്പോൾ നമ്മുടെ കൈ വെച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. Another option is to avoid making physical contact with the lectern altogether by moving back a couple of inches and keeping your hands nested at a level throughout your talk. അപ്പോൾ ഇതിൽ അവോയ്ഡ് ചെയ്യേണ്ടത്, ലെക്ടേൺ ഇവിടെ മുന്നിൽ ഉണ്ടായാലും നമ്മൾ വെറുതെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് വളരെ ബോറിംഗ് ആയിട്ടാണ് ഇരിക്കുന്ന ആൾക്കാർക്ക് തോന്നാം. നിങ്ങൾ നേരെ മറിച്ച് എന്ത് ചെയ്യാണ്, ഇഫ് യു ആർ ഹാവിങ് യുവർ ലെക്ടേൺ ഇൻ ഫ്രണ്ട് ഓഫ് യു, നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. തേർഡ് വൺ ഈസ് ഹോൾഡിങ് ലൈക്ക് എ ബാസ്കറ്റ് ബോൾ. അപ്പോൾ ബാസ്കറ്റ് ബോൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കൊണ്ടുപോകുന്ന പൊസിഷൻ ചിലപ്പോൾ അടിക്കുന്ന പൊസിഷനായിരിക്കാം, ചിലപ്പോൾ എടുത്തിടുന്ന പൊസിഷനായിരിക്കാം. സോ നമ്മുടെ ടോക്കിനെ ബേസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ഹൗ യു ആർ ഡൂയിങ് ഇറ്റ്. സോ ദിസ് ഈസ് ഓൾസോ ബാസ്കറ്റ് ബോൾ പൊസിഷൻ. എങ്ങനെയാണ്, ചിലപ്പോൾ നമ്മളിങ്ങനെ ഇടാറുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ ഇടാറുണ്ട്, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വരാറുണ്ട്. ഇതെല്ലാം ബാസ്കറ്റ് ബോൾ ഹോൾഡ് ചെയ്യുന്നൊരു പൊസിഷൻ പോലെ ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയാണ് ഹോൾഡിങ് ലൈക്ക് എ ബാസ്കറ്റ് ബോൾ എന്ന് പറയുന്നത്. സോ ഈ രീതി എപ്പോഴും ഫോളോ ചെയ്തിരുന്ന ഒരാളാണ് സ്റ്റീവ് ജോബ്സ്. നിങ്ങൾക്കൊട്ടും പരിചയമില്ലാത്ത ഒരാളല്ല. ഈസ് എ വെരി ബിഗ് ബിസിനസ്മാൻ who is the founder of the Apple എന്നുള്ളതും നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. സോ ഒരു എന്താ പറയുക, അത്ര വലിയ ഏജൊന്നും ആയിട്ടില്ല. ഹി ഡൈഡ് ഔട്ട് ഓഫ് ക്യാൻസറാണ്. അപ്പോൾ ആളെങ്ങനെയാണ് ഇതിൽ അതിജീവിച്ച് വന്നത്, ആളെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ബിസിനസ് ചെറുപ്പം മുതലേ അതിൽ ഇൻട്രസ്റ്റ് കാണിച്ചതും, അല്ലെങ്കിൽ അയാൾ എപ്പോഴും പല ഇൻ്റർവ്യൂസിലും അയാൾ യൂസ് ചെയ്തിരുന്ന ഒരു ജസ്റ്ററാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്ററാണ്
ദറ്റ് ഈസ് ഓൾവേസ് ലൈക്ക് ഹോൾഡിങ് ലൈക്ക് എ ബാസ്കറ്റ് ബോൾ എന്നുള്ളത്. ഇങ്ങനെയാണ് ആളുടെ സംസാരം ഉണ്ടായിരിക്കുക. ഇങ്ങനെ ഒന്ന് പിടിക്കണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ഹൗ വി ആർ സ്റ്റാൻഡിങ്, ഹൗ വി ആർ മേക്കിംഗ് അവർ ടോക്സ് അബൌട്ട് സ്പീച്ചസ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഫോർത്ത് വൺ ഇസ് പാംസ് അപ്പ് ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് പാം ഡൗൺ. നേരത്തെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാം അപ്പ്. നമ്മൾ എന്തെങ്കിലും ഓഡിയൻസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ അടുത്ത് റേസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ എല്ലാവരും ഒരുമിച്ച് പറയുക എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ദിസ് ഇസ് പാംസ് അപ്പ്. ആൻഡ് വെൻ യു വാണ്ട് ടു കാം ഡൗൺ ദി ഓഡിയൻസിൻ്റെ അവിടെ എന്തെങ്കിലും ചെറിയ ബഹളങ്ങളുണ്ട്, അപ്പോൾ നമുക്ക് ഈ ഓഡിയൻസിനെല്ലാം സൈലൻ്റ് ആക്കി നമ്മൾ ഇരുത്തണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ സൈലൻ്റ് ആവും. അതല്ലാണ്ട് നമ്മൾ ഇതുമായിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നോർമലി ഈ ഒരു സിമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ, പാംസ് ഡൗൺ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ടു കാം ഡൗൺ. ഓഡിയൻസ് ചെയ്യേണ്ടത് അവർ സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ അപ്പോൾ പാംസ് അപ്പും പാംസ് ഡൗണും. പാംസ് അപ്പ് എന്ന് പറയുന്നത് അവരുടെ അടുത്ത് എന്തെങ്കിലും പ്ലീഡിങ് ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പറയുമ്പോൾ, അപ്പോഴാണ് നമ്മൾ പാംസ് അപ്പ് ചെയ്യുക. അതേപോലെ പാം ഡൗൺ എന്ന് പറയുന്നത് പലപ്പോഴും അവരെ ഒരു ക്രൗഡിനെ കാം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ആൻഡ് ദെൻ ഇസ് സ്റ്റീപ്പിൾ ദ ഹാൻഡ്സ്. ദിസ് പൊസിഷൻ, steeple the hands. Some speakers prefer to steeple their hands, which is when all 5 fingertips on one hand touch the 5 fingertips on the opposite hand. ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് സ്റ്റീപ്പിൾ പൊസിഷൻ എന്ന് പറയുന്നത്. This gives much confidence to some speakers. ചില സ്പീക്കേഴ്സ് നോക്കുമ്പോൾ അവർ ഇരുന്ന് സംസാരിക്കുമ്പോൾ they'll put one leg on the other, and when they sit they always keep their hand in the steeple position. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും അവർ കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുക. ഇങ്ങനെ ഇരുന്നിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷൻ, അപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടിയും ദേ ആർ കോൺഫിഡൻറ്റ് എന്നാണ് നമ്മൾ പറയുക. ചേഞ്ച് ദ പൊസിഷൻ ഫ്രീക്വൻ്റ്ലി. ഈ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ പൊസിഷനും എപ്പോഴും ത്രൂ ഔട്ട് ദ സ്പീച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇടയ്ക്കിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. യുവർ ഹെഡ്, യു ക്യാൻ മൂവ് യുവർ ഹെഡ്, യു ക്യാൻ മൂവ് ഫ്രം എ ലിറ്റിൽ ബിറ്റ് ഫ്രം ദി ലെക്ടേൺ സ്റ്റാൻഡ്. എവിടെ നിന്നൊക്കെ നമുക്കൊന്ന് നീങ്ങണമെന്നുണ്ടെങ്കിൽ നീങ്ങാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഹാൻഡ്സിൻ്റെ ജെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വൈൽ യു ആർ സ്പീക്കിംഗ്, യുവർ ടോൺ, ഹൗ യു ആർ റേസിങ് യുവർ ടോൺ, when you are listening your tone, where do you want to make good expression. So ഇതിലൊക്കെ വോയിസിൽ വരുന്ന മോഡുലേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ വരുത്തുമ്പോഴാണ് സംസാരിക്കുന്ന വ്യക്തിയെ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ഓഡിയൻസിന് തോന്നുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരേ പൊസിഷനിൽ നിൽക്കണം എന്നില്ല. ഇടയ്ക്ക് ഇട്ടിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജസ്റ്റേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. പോസ്റ്റേഴ്സിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സിൽ വരുന്നതാണ് 7 കാര്യങ്ങൾ. നമ്മുടെ സ്റ്റാൻഡിങ് പോസ്റ്റർ, നമ്മുടെ കൈ എങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്, അതേപോലെ നമ്മുടെ കൈയിൻ്റെ എങ്ങനെയാണ് നമ്മുടെ ആക്ഷൻ, ഹോൾഡിങ് ലൈക്ക് എ ബാസ്കറ്റ് ബോൾ, പാംസ് അപ്പ്, പാംസ് ഡൗൺ, സ്റ്റീപ്പിൾ ദി ഹാൻഡ്സ്, ചേഞ്ച് ദ പൊസിഷൻ ഫ്രീക്വൻ്റ്ലി. ഇടയ്ക്കിട്ടിട്ട് ഒന്ന് നമ്മുടെ പൊസിഷനിൽ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ആൾക്കാർക്ക് ഈ ഡിസ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് അവർ നമ്മളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എപ്പോഴും ഒരേ ഒരു പൊസിഷനിലാവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്കും ഒരു മടുപ്പ് തോന്നാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ്. ഇത് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ആൻഡ് ദെൻ ഞാൻ സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റീവ് ജോബ്സ് പറഞ്ഞ, അല്ലെങ്കിൽ ആളുടെ എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നമ്മൾ തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ചില ആൾക്കാരുടെ അവർ പറഞ്ഞിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഡിസൈൻ ഇസ് നോട്ട് ജസ്റ്റ് വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് ആൻഡ് ഫീൽസ് ലൈക്ക്. നമ്മൾ പലപ്പോഴും പല സാധനങ്ങളും അതിൻ്റെ ഡിസൈൻ നോക്കി നമ്മൾ മേടിക്കാറുണ്ട്, അല്ലേ? സ്റ്റീവ് ജോബ്സ് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു കാര്യം കൂടിയാണ്.
അപ്പോൾ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മളത് കാണുന്ന ആ ഒരു അട്രാക്ഷനാണോ ഡിസൈൻ എന്ന് പറയുന്നത്? അതല്ലാന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഇരിക്കുന്നുണ്ട്, ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക് എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഹൗ ഇറ്റ് ഫീൽസ് ലൈക്ക് എന്നുള്ളതാണോ ഡിസൈൻ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് രണ്ടുമല്ല. ഡിസൈൻ എന്ന് പറയുന്നത് സിംപ്ലി ഹൗ ഇറ്റ് വർക്ക്സ്. നമ്മളൊരു ഡിസൈൻ നമ്മൾ കൊടുത്തു, അത് എത്രത്തോളം വർക്ക് ചെയ്യാനായിട്ട്, പിന്നെ ഒരാൾക്ക് അതുകൊണ്ടുള്ള ഉപകാരം, അയാൾ വിചാരിച്ച രീതിയിൽ അത് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. അല്ലെങ്കിൽ എന്ത് വലിയ ഡിസൈൻ ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മുടെ ഒരു മാൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഓർമ്മ വന്നത്. നിങ്ങൾക്കറിയാം, ഏറ്റവും ഭംഗിയുള്ള പുള്ളിമാനും അല്ലെങ്കിൽ ഡീറാണ് ഏറ്റവും, അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. ഈ ഡീറിന് ഏറ്റവും ഭംഗി കൊടുക്കുന്നത് ഏതാണ്? അതിൻ്റെ കൊമ്പുകളാണ്. അങ്ങനെയാണ് ആര് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? ആ ഡീർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഏറ്റവും ഭംഗിയുള്ള ബോഡി പാർട്ട് എന്ന് പറയുന്നത് എൻ്റെ കൊമ്പാണ്. അതിൻ്റെ ആ കൊമ്പിലുള്ള അതിൽ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് പോലെയും അതേപോലെ തന്നെ അതിൻ്റെ പിരിഞ്ഞിട്ടുള്ള ആ ഒരു ഇതൊക്കെ എന്താ പറയുക, മെടഞ്ഞിട്ട പോലെയുള്ള കൊമ്പുകളും ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് എന്നെ കാണാൻ എന്നുള്ളതാണ് മാൻ്റെ വിചാരമായിരുന്നത്. പക്ഷെ മാൻ്റെ കണ്ണുകൾക്കും ഭയങ്കര ഭംഗിയുണ്ട് അല്ലേ? മാൻമിഴി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്നിട്ട് മാൻ്റെ കണ്ണുകൾക്ക് അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. മാൻ്റെ വിചാരം മാൻ്റെ ഏറ്റവും ഭംഗിയുള്ളത് മാൻ്റെ കൊമ്പാണെന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം കാട്ടിലൂടെ ഇങ്ങനെ മാനിങ്ങനെ ഓടി കളിച്ച് നടക്കുന്ന സമയത്താണ് ഒരു അറ്റാക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ടൈഗർ അറ്റാക്ക് വരുന്ന സമയത്ത്, ഒരു പുലി വരുന്ന സമയത്ത് മാൻ എന്ത് ചെയ്യാണ്? അതിൻ്റെ ജീവനും കൊണ്ട് ഓടാണ്. മാനിന് ഏറ്റവും ദേഷ്യമുള്ളതായിരുന്നു മാൻ്റെ കാലുകൾ. എൻ്റെ ബോഡിക്ക് ഒട്ടും ചേരാത്തതാണല്ലോ ഈ കാല്. എൻ്റെ എന്ത് ഭംഗിയുള്ള ബോഡിയാണ്, എൻ്റെ എന്ത് ഭംഗിയുള്ള കൊമ്പുകളാണ്, പക്ഷേ എൻ്റെ ബോഡിക്ക് ഒട്ടും ചേരാത്തതാണ്. ഈ കൊള്ളിക്കാല് പോലെ വളരെ എന്താ പറയുക, ഭയങ്കര ക്ഷീണിച്ചിട്ടുള്ള ഒരു കാലാണല്ലോ ദൈവം എനിക്ക് തന്നിട്ടുള്ളത് എന്ന് വിചാരിച്ച് എപ്പോഴും വിഷമിക്കാറുണ്ട്. പക്ഷേ ആ ഒരു അറ്റാക്ക് വന്നപ്പോൾ, ആ ഒരു ചേസിൻ്റെ ഇടയിൽ ബിറ്റ്വീൻ ദി ടൈഗർ ആൻഡ് ദി ഡിയർ, അവിടെ ഒരു എന്താ പറയുക ചേസ് ഉണ്ടാവുന്ന സമയത്ത് ഇത് ഓടിക്കൊണ്ട് ജീവനും കൊണ്ട് ഓടുകയാണ്, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുകയാണ്. ആ സമയത്താണ് ഒരു ചെറിയ ഇതിൻ്റെ ഇടയിൽ അതിൻ്റെ കൊമ്പ് കുടുങ്ങിപ്പോണത്. അപ്പോൾ ഏറ്റവും ഭംഗിയുള്ള കൊമ്പാണ് അവിടെ കുടുങ്ങിപ്പോണത്. അവസാനം പിടിച്ച് വലിക്കുമ്പോൾ അത് പൊട്ടി മുറിഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ. ആൻഡ് ദെൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് എന്താ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ഓടിപ്പോവാണ്. പക്ഷെ ഓടിപ്പോവാൻ ആ മാനിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ളത് എന്താണ്? ആ മാൻ്റെ കാലുകളാണ്. ഒട്ടും ഇഷ്ടമില്ലാതെ ആ മാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ഭംഗിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീലിങ്ങിലല്ല, ഹൗ ഫാർ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സണോ അല്ലെങ്കിൽ അനിമലോ എന്താണ്, അതിന് എങ്ങനെയാണ് ആ ഡിസൈൻ എന്ന് പറയുന്നത് ഉപകാരത്തിലേക്ക് എത്തുന്നത്, അതിനെയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു തോട്ട്സിൽ വരുന്ന അല്ലെങ്കിൽ ആളുടെ ഫ്രേസിൽ വരുന്ന ഒരു കാര്യമാണത്. ഓക്കെ, അപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് വളരെ പറയണമെന്നൊരാഗ്രഹം തോന്നി. ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് നമ്മളെപ്പോഴും അതിൻ്റെ ഭംഗി കണ്ടിട്ട് മേടിക്കാറുണ്ട്. പക്ഷേ ഒരു ഉപകാരമില്ല, ഭംഗി മാത്രമുള്ള ഉപകാരം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സാധനം നമ്മൾ എത്രയോ വേസ്റ്റാക്കി കളയാറുണ്ട് അല്ലേ? അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഹൗ ഇറ്റ് ഈസ് ബെനിഫിറ്റബിൾ ടു ദി യൂസർ എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ സക്സസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഊഹിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ കൊടുക്കുന്ന ടോക്കിനെ എന്തൊക്കെ കൺസിഡർ ചെയ്യാനുണ്ട്? ദ സ്റ്റാൻഡിങ് പോസ്റ്റേഴ്സ്, ദ ജസ്റ്റേഴ്സ് വാട്ട് യു ആർ ഡൂയിങ്, ദ എക്സ്പ്രഷൻസ്, ഫ്രൗണിങ്, നമ്മുടെ പുരികങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ മുകളിലേക്ക് പൊന്തിക്കണമെങ്കിൽ, അതേപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തമാശ പറയുമ്പോൾ, സീരിയസ് ആയിട്ടുള്ള മാറ്റർ വരുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവുന്ന പല മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്.
ഇത്രയും കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നത്തെ കണ്ടിന്യൂഷനും നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടായിരുന്നു. ആൻഡ് നൗ വി ആർ മൂവിങ് ഓൺ ടു ദി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വേർ യു ക്യാൻ എക്സ്പ്രസ് യുവർ സെൽഫ്. ചിലപ്പോൾ സംസാരിക്കാൻ പ്രിപ്പയർഡായിട്ട് നമ്മൾ വന്നിട്ടുണ്ടാവും. സംസാരിച്ചത് ചിലപ്പോൾ 60% പോലും സംസാരിച്ചിട്ടുണ്ടാവില്ല. പലതും മറന്നു പോയിട്ടുണ്ടാവാം, പലതും വിട്ടുപോയിട്ടുണ്ടാവാം, പലതും പറയാതെ പോയിട്ടുണ്ടാവാം. പക്ഷേ എഴുതുമ്പോൾ ഇതിനൊന്നും നമുക്ക് ചാൻസ് ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നല്ലോണം ആലോചിച്ച് നമുക്കതിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെയാണോ നമുക്ക് ആവശ്യം അതിനൊക്കെ ബേസ് ചെയ്ത് നമുക്ക് എഴുതാനായിട്ട് നമുക്ക് പറ്റും. യു ക്യാൻ എക്സ്പ്രസ്, വൺ ക്യാൻ എക്സ്പ്രസ് വൺ സെൽഫ് വെൻ യു റൈറ്റ്. നമ്മൾ എഴുതുമ്പോൾ നമ്മളെ തന്നെ മുഴുവനായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ മീൻസ് ദ സെൻഡിങ് ഓഫ് മെസ്സേജസ്, orders or instructions in writing through letters, circulars, manuals, reports, office memos, bulletins, etc. in any form. നമ്മൾ അയച്ചത് 2 വാക്കിൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് ആവാം, അല്ലെങ്കിൽ ഒരു ലെറ്ററിൽ നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ള കാര്യങ്ങളാവാം, ടൈപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാവാം, വാട്ട് എവർ ഇറ്റ് മേ ബി, മെമോ ആയിരിക്കാം, ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, എന്ത് തന്നെ ആയാലും പ്രിൻറ്റഡ് ഫോമിലായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇഫ് ഇറ്റ് ഈസ് ഇൻ എ റിട്ടൺ പൊസിഷൻ or in the way of printed, will all things come under written communication. It is a formal method of communication and is less flexible. A written document becomes a permanent record for future reference. നമ്മൾ എന്ത് സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളല്ല, റിട്ടൺ ആയിട്ട് നമ്മളൊരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് എവിഡൻസ് ഫോർ എനിത്തിങ്. അതുകൊണ്ടാണ് പല ഇഷ്യൂസും വരുമ്പോൾ നമ്മൾ സംസാരിച്ചത് ചിലപ്പോൾ നമുക്കൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അയച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജസ് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പല രീതിയിലും പല കേസുകളിലും തെളിവുകളായിട്ടോ എവിഡൻസസ് ആയിട്ടോ ഒക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ ഓൾവേസ് when you are doing written communication, it is a record always എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. Professionals who excel at written communication understand how to use language for giving their message across. റിട്ടൺ കമ്മ്യൂണിക്കേഷനിലെ ഒരു നല്ലൊരു വിദഗ്ധനാണെന്നുണ്ടെങ്കിൽ അയാൾക്കറിയാം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഹൗ വി ആർ എക്സ്പ്രസിങ് ലെറ്റേഴ്സ്. പണ്ടുണ്ടായിരുന്നു, ഇന്നില്ല. ഇന്ന് ലെറ്റേഴ്സ് ഇല്ല, മെസ്സേജ് അയക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ച് നേരിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ കണ്ട് സംസാരിക്കുക, വീഡിയോ ചാറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ്, ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. പണ്ട് കാലത്ത് എഴുതിയിരുന്ന ഒരു റിട്ടൺ ലെറ്റർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണെന്ന് ഒട്ടും തന്നെ ഇല്ലാതായത്. പക്ഷേ നമുക്ക് അത് ആലോചിച്ച് എപ്പോഴും ഇരിക്കാനായിട്ട് പറ്റില്ല. ബിക്കോസ് ദ വേൾഡ് ഈസ് ഗോയിങ് ഓൺ വിത്ത് ന്യൂ ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് വിത്ത് ന്യൂ ടെക്നോളജീസ്. അപ്പോൾ ഈ ന്യൂ ടെക്നോളജീസ് നമ്മൾ അക്വയർ ചെയ്തേ പറ്റൂ, നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പഴയ രീതിയിലുള്ള ലെറ്റർ കമ്മ്യൂണിക്കേഷനൊക്കെ ഇന്ന് വളരെ തന്നെ കുറഞ്ഞു കഴിഞ്ഞു. ബർത്ത്ഡേ വിഷ് ചെയ്യാൻ കാർഡ് അയക്കാം, ക്രിസ്മസ്, ന്യൂ ഇയർ, ഒന്നുമില്ല. ഇപ്പോൾ എല്ലാം നമ്മൾ ഏതിൽ സെറ്റ് ചെയ്യണം? നമ്മുടെ മൊബൈൽ ഫോൺസിൽ തന്നെ നമ്മൾ അതിനുള്ള കോഡ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനുള്ള മോർണിംഗ് മെസ്സേജസ്, ഈവനിങ് മെസ്സേജസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് മെസ്സേജസ് വേണമെന്നുണ്ടെങ്കിലും ഇന്ന് അവൈലബിൾ ആണ്. ഇതൊക്കെ വേറെ ആരൊക്കെയോ റെഡിലി ചെയ്തു വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ മനസ്സിന് എന്താണോ തോന്നണമെന്ന് നമ്മളത് നോക്കി നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ നമ്മളത് എടുത്തിട്ട് ഓരോരുത്തർക്ക് അയച്ചുകൊണ്ടിരിക്കണം. ദിസ് ഈസ് നോട്ട് ദ വേ. ലെറ്റർ കമ്മ്യൂണിക്കേഷനിൽ എന്തായിരുന്നു? നമ്മുടെ ഉള്ളിൽ എന്താണ്? ഇറ്റ് ഈസ് ഫ്രം ആർ ഓൺ ക്രിയേഷൻ. അതാണ് ഇന്നില്ലാണ്ടായിട്ടുള്ളത്. സോ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ വിദഗ്ധനായിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഹി നോ ഹൗ ടു യൂസ് ദ ലാംഗ്വേജ് ടു എക്സ്പ്രസ് ഹിംസെൽഫ്.
They are efficient at utilizing all forms of grammar and punctuation to add in-depth meaning to their writing. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിട്ടിട്ട് ഈ കുത്തും കോമിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാറുണ്ട്. എന്തിനാണ്? ടു മേക്ക് ദ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് മുഴുവനായിരുന്നുണ്ടെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ചെയ്യുക. അതല്ല, അതിലിടയിൽ ബ്രേക്കപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കോമ ഇടാം. ഇനി അതിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന പല എക്സ്പ്രഷൻസും നമുക്കതിലുണ്ട്. റിട്ടേൺ കമ്മ്യൂണിക്കേഷനിലും സ്ട്രെസ് ചെയ്യേണ്ടടുത്ത് സ്ട്രെസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ കളർഫുൾ ആക്കും. അതൊക്കെ റിട്ടേൺ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന പല കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. There are a variety of types of written communication including writing, letters, memos, project plan, policies and procedures, articles for general audiences. ഇങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി റെഡിമെയ്ഡായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്. നമ്മൾ കാര്യങ്ങൾ അതിലേക്ക് എടുത്തിടേ വേണ്ടു. ഇന്ന് അതിന് പോലും ബുദ്ധിമുട്ടില്ല. കുട്ടികളുടെ അടുത്തൊരു ലീവ് ലെറ്റർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സിലും ആരുണ്ടായിരിക്കും? ഏതെങ്കിലും ഒരു ലീവ് ലെറ്റർ ഏജൻറ്റ് ഉണ്ടായിരിക്കും. what do you mean by ലീവ് ലെറ്റർ ഏജൻറ്റ്? ആ പേഴ്സണാണ് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ലീവ് ലെറ്റർ എഴുതി കൊടുക്കുക. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്തേക്ക് വരുന്നതൊക്കെ എപ്പോഴും ഒരേ ഫോർമാറ്റിലായിരിക്കും. ബിക്കോസ് വൺ സിംഗിൾ പേഴ്സൺ ഇസ് ഡൂയിങ് ഇറ്റ്. കാരണം ഇതെന്താ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എഴുതാനുള്ള കോൺഫിഡൻസും കൂടി പോവാണ്. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, റൈറ്റ് ഇറ്റ് ഓൺ യുവർ ഓൺ സോ യു ക്യാൻ ഡെവലപ്പ്. വാട്ട് എവർ ഇറ്റ് മേ ബി, യു സ്പീക്ക് ഫസ്റ്റ് സോ യു ക്യാൻ ഡെവലപ്പ് യുവർ ലാംഗ്വേജ്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ് ഉണ്ട്. സോ ഏതൊക്കെ ടൈപ്പ് ഓഫ് ലെറ്റർ റൈറ്റിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾസ് ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇമെയിൽ, ഇൻ്റർനെറ്റ് വെബ്സൈറ്റ്സ്, ലെറ്റേഴ്സ്, പ്രൊപ്പോസൽസ്, ടെലിഗ്രാംസ്, ഫാക്സ്, പോസ്റ്റ് കാർഡ്സ്, കോൺട്രാക്ട്സ്, ഇതൊക്കെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗമാണ്. നെക്സ്റ്റ് ഈസ് നമ്മൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ്റെ ഫോംസിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഫോംസ് ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് വൺ ഈസ് ലെറ്റർ. Letters are the most widely used form of written communication. They are used mostly for external communication. ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ലെറ്റർ കൊടുക്കാറില്ല. എക്സ്റ്റേർണൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റൊരാളിലേക്കോ, നമ്മുടെ ജോലി സ്ഥലത്തു നിന്ന് ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്കോ is always used for external communication. A letter എന്ന് പറയുന്നത് has a complex layout which has to be carefully followed as each part of the layout has a purpose and is needed for reference. It is typed or printed on the company's letterhead. ഒരു ഫോർമൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ലെറ്റർ ഹെഡിലാണ് നമ്മൾ ചെയ്യുക. കാരണം ലെറ്റർ ഹെഡ് എന്നാണ് ഒരു ലെറ്റർ നമുക്ക് വരുന്നതെങ്കിൽ ഇറ്റ് ഹാസ് മച്ച് മോർ ഇമ്പോർട്ടൻസ്. ഇനി അതല്ല, നമ്മൾ ഏത് രീതിയിലാണ് അത് സെൻഡ് ചെയ്യുന്നത്? ബൈ മെയിൽ, അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ്, കൊറിയർ ഓർ ഹാൻഡ് ഡെലിവറി. നമ്മൾ ഒരാളുടെ കയ്യിൽ കൊടുത്തയക്കാണോ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെയിലായിട്ടാണോ അയക്കുന്നത്, സ്പീഡ് പോസ്റ്റിലാണോ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയറായിട്ടാണോ അയക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഹൗ യു ആർ സെൻഡിങ് ദോസ് മെസ്സേജസ്. സെക്കൻഡ് വൺ ഈസ് മെമ്മോ. മെമ്മോ എന്ന് പറയുന്നത് മെമ്മറാൻഡം എന്ന് പറയുന്ന വാക്കിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇസ് യൂഷ്വലി ആൻ ഇൻഫോർമൽ മെസ്സേജ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കില്ല? മെമ്മോ കൊടുക്കില്ല. ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് വർക്ക് ചെയ്യുന്ന ആൾക്ക് നമ്മൾ മെമ്മോ കൊടുക്കില്ല. അപ്പോൾ ഈ മെമ്മോ യൂസ് ചെയ്യേണ്ടത് എവിടെയാണ്? ലെറ്റർ യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ആണെന്നുണ്ടെങ്കിൽ മെമ്മോ യൂസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻഫോർമൽ മെസ്സേജ് ആണ്, ഫോർമൽ അല്ല. കാരണം ബിറ്റ്വീൻ ദി ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. അത് എന്തൊക്കെയാവാം? ജനറലി ഇറ്റ് റിലേറ്റ്സ് ടു ദ വർക്ക്. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മുടെ ജോലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും എപ്പോഴും മെമ്മോ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കാം, വാട്ട് വി ഹാവ് ടു ഡു, വാട്ട് വി ഡോണ്ട് ഹാവ് ടു ഡു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത കാര്യത്തിനുള്ള ഒരു ക്വസ്റ്റ്യനിങ് ആയിരിക്കാം, വട്ട് എവർ ഇറ്റ് മേ ബി. ഇതൊക്കെ ഒരു ഇൻറ്റേർണൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. Instructions can be conveyed by a memo. Many organizations provide pads of memo forms for the exchange of short messages among individuals. Memo എന്ന് പറയുന്നത് usually it will be very small and of very brief messages. Next one is notice.
A notice is used when people in the organization have to be given the same information. നോട്ടീസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം നോട്ടീസാണ്. അപ്പോൾ ലെറ്റർ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, മെമ്മോ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നോട്ടീസ് എന്ന് പറയുന്നത് പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ, നോട്ടീസ് ഇസ് യൂസ്ഡ് വെൻ പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ ഹാവ് ടു ബി ഗിവൻ ദി സെയിം ഇൻഫർമേഷൻ. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എല്ലാ ആൾക്കാർക്കും സെയിം ഇൻഫർമേഷൻ പാസ് ചെയ്യണം. സെയിം ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എല്ലാവരുടെയും വിളിച്ചിട്ട് സെയിം ഇൻഫർമേഷൻ പറയണമെന്നില്ല. ജസ്റ്റ് ഒരു നോട്ടീസാണ് നമ്മൾ അവിടെ ഇടാം. അപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും വന്ന് കാണാവുന്നതാണ്. ഒരു നോട്ടീസ് ബോർഡ് എന്ന് പറയുന്നത് എല്ലാ ഓർഗനൈസേഷനിലും ഉള്ളതാണ്. അപ്പോൾ അവിടെയുള്ള എംപ്ലോയീസിന് എന്തെങ്കിലും ഒരു ജനറൽ ഇൻഫർമേഷൻ ഒരു കാര്യം പാസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നോട്ടീസ് ബോർഡിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി മോർ ക്ലിയർ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. A notice is short, the language is simple, and the type is large and well spaced for easy reading. ഇപ്പോൾ ഈ നോട്ടീസ് പ്രിൻ്റ് ചെയ്യുമ്പോൾ എനിക്കറിയില്ല എത്ര പേരത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത്. നോട്ടീസ് പ്രിൻ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലെറ്റേഴ്സ് കുറച്ചും കൂടി വലിയ ലെറ്റേഴ്സ് ആയിരിക്കും. ഒരു വേർഡ് മറ്റൊരു വേർഡ് തമ്മിൽ ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, പ്രോപ്പർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ വളരെ ഷോർട്ടായിരിക്കും. ഒരു ലെറ്റർ പോലെ ഒരു നോട്ടീസ് ഉണ്ടാവില്ല. അപ്പോൾ നോട്ടീസ് എന്ന് പറയുന്നത് നോട്ടീസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മളെപ്പോഴും പ്രിൻ്റ് ചെയ്യുന്നത്. കാരണം ഒരു പെട്ടെന്നൊരു ഐക്കോണിക്കായിട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു ഐ ക്യാച്ചി ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബിഗറായിട്ട് കുറച്ചും കൂടി ബോൾഡായിട്ട് ഒരു ഡിഫറെൻറ്റ് ഫോണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ വിത്ത് ഷോർട്ട് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നോട്ടീസ് ബോർഡിൽ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ആൾക്കാർക്ക് അത് കാണാനും അത് വായിച്ച് മനസ്സിലാക്കി എടുക്കണം. അതിൻ്റെ പർപ്പസ് എന്താണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എല്ലാവരിലേക്കും മാസ് കമ്മ്യൂണിക്കേഷന് പറ്റാവുന്നതാണ് നോട്ടീസ് എന്ന് പറയുന്നത്. And then is circular. A circular is a detailed document giving information, instructions or orders on a specific matter. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സർക്കുലറാണ്. അപ്പം നമ്മൾ സർക്കുലർ എപ്പോഴാണ് കൊടുക്കുക? സർക്കുലർ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ്. അവിടെ നമുക്ക് ഷോർട്ട് മെസ്സേജസും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻഫർമേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എ സർക്കുലർ ഹാസ് എ നമ്പർ ആൻഡ് എ ഡേറ്റ് ഫോർ റെഫറൻസ് and is signed by the authorized signatory of the issuing office. അപ്പോൾ നിർബന്ധമായിട്ടും സർക്കുലറിൽ ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സർക്കുലർ ആണെന്നുണ്ടെങ്കിൽ ഇത് എത്രാമത്തെ സർക്കുലറാണ്, അതിൻ്റെ നമ്പർ ഉണ്ടായിരിക്കും, റെഫറൻസ് നമ്പർ ഉണ്ടായിരിക്കും, ഡേറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ ഓത്തറൈസ്ഡ് സിഗ്നേച്ചറി ഉണ്ടായിരിക്കും. അത് ഏത് ഓഫീസിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഇഷ്യൂ ഓഫീസിൻ്റെ ഓത്തറൈസ്ഡ് സിഗ്നേച്ചറി ഉണ്ടായിരിക്കും, ഡേറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ റെഫറൻസ് നമ്പർ ഉണ്ടായിരിക്കും. സർക്കുലേഴ്സ് ആർ ജനറലി ഇഷ്യൂഡ് ബൈ ദി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് അതർ ഒഫീഷ്യൽ ബോഡീസ്. അപ്പോൾ ഇത് നോർമലി സർക്കുലേഴ്സൊക്കെ വരുന്നത് ഒന്നെങ്കിൽ ഗവൺമെൻറ് ഓഫീസേഴ്സിനും യൂണിവേഴ്സിറ്റീസിനും അല്ലെങ്കിൽ ഹെഡ് ഓഫീസേഴ്സിനും ഒക്കെയാണ് സാധാരണ സർക്കുലേഴ്സ് വരാം. അപ്പോൾ ഈ സർക്കുലറിൽ എന്തിനുള്ളതാണ് ഈ സർക്കുലർ എന്ന് പറയുന്നത്? ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് സർക്കുലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പോഴത്തെ ലെറ്റർ കൊടുത്തു. ലെറ്റർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ ഉള്ളത് മെമ്മോ, മെമ്മറാണ്ടത്തിൻ്റെ ഷോർട്ട് ഫോമാണ് മെമ്മോ എന്ന് പറയുന്നത്. മെമ്മോ യൂസ് ചെയ്യുന്നത് ഒരു ഇൻറ്റേർണൽ ഓർഗനൈസേഷനിലാണ്. ഓർഗനൈസേഷനിലെല്ലാം മെമ്പേഴ്സും തമ്മിലുള്ളതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്നതാണ് മെമ്മോ എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് വർക്കിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഉണ്ടായിരിക്കാം. മൂന്നാമത്തേത് നോട്ടീസാണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാവർക്കും ഒരൊറ്റ സെയിം ഇൻസ്ട്രക്ഷനാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതൊരു ചെറിയ നോട്ടീസായിട്ട് നമ്മൾ നോട്ടീസ് ബോർഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നോക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തായിരിക്കണം? കുറച്ചും കൂടി ബിഗർ ആയിരിക്കണം, ലെറ്റേഴ്സ് സ്പേസ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ഷോർട്ടായിരിക്കണം. എന്നാലാണ് നോട്ടീസ് പെട്ടെന്ന് എല്ലാവരും നോട്ടീസ് ചെയ്യുള്ളൂ. ആൻഡ് ദെൻ ഇസ് സർക്കുലറാണ്. സർക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്റ് ആണ്. ഒരു ഇൻഫർമേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്റ് ആണ്. തികച്ചും ഒഫീഷ്യലാണ്. അപ്പോൾ ഇത് സാധാരണ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസേഴ്സിൽ നിന്നാണ് ഈ സർക്കുലറുകൾ സാധാരണ അയക്കുക. ഹെഡ് ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിൽ നിന്നൊക്കെയാണ് സർക്കുലർ അയക്കുക. ആൻഡ് ദെൻ ഇസ് റിപ്പോർട്ട്. അഞ്ചാമത്തെയാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. A report is a document prepared by an individual or a committee entrusted with the task of collecting information on a given subject. ഇപ്പോൾ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സാധാരണ പറയാം ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് കൊണ്ടുപോയോട്ടോ
എന്ന് നമ്മൾ സാധാരണ വി യൂസ് ടു സേ ദാറ്റ്. സോ വാട്ട് യു മീൻ ബൈ ദാറ്റ്? അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഗിവൻ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ റിപ്പോർട്ട്സിൽ എന്തൊക്കെ വേണം? റിപ്പോർട്ട്സ് ആർ ഓഫ് വേരിയിങ് ലെങ്ത് ആൻഡ് മേ ബി എനിത്തിങ് ഫ്രം 2 pages ടു എ ഫുൾ ബുക്ക് ഡിവൈഡഡ് ഇൻ ടു ചാപ്റ്റേഴ്സ്. അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ കെയർഫുൾ റിസർച്ച്, കളക്ഷൻ ഓഫ് ഡാറ്റ, presentation of the findings, conclusions and recommendations. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ വേണ്ടത്? നമ്മൾ കെയർഫുൾ റിസർച്ച് നടത്തുക, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അതേപോലെ തന്നെ അത് ഏറ്റവും ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുക. ആൻഡ് ദെൻ പ്രസൻറ്റേഷനിൽ ഫൈൻഡിങ്സ് വേണം, അതേപോലെ തന്നെ കൺക്ലൂഷൻസ് വേണം, ഇനി നിങ്ങളുടെ റെക്കമെൻഡേഷൻസ്. സ്മോൾ പ്രൊജക്റ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെയാണ് നമ്മൾ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വേണം. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന വിശദമായിട്ടുള്ള റിപ്പോർട്ടാണത്. ആൻഡ് ദെൻ 6th one, മിനിറ്റ്സ്. മിനിറ്റ്സ് എവിടെയാണ്? മിനിറ്റ്സ് ആർ ദ റിട്ടൺ റെക്കോർഡ് ഓഫ് ഡിസിഷൻസ് ടേക്കൺ അറ്റ് എ മീറ്റിംഗ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ പല മീറ്റിങ്സും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഓരോ മീറ്റിങ്ങിലും എന്തിനു വേണ്ടിയിട്ടാണ് മീറ്റിംഗ് കൂടിയിട്ടുള്ളത്, ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, ആ മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുള്ള ചർച്ച എന്തിനെ കുറിച്ചിട്ടായിരുന്നു, ആ മീറ്റിങ്ങിൽ എടുത്തിട്ടുള്ള പ്രധാന തീരുമാനങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് ഏതിലുണ്ടായിരിക്കുക? മിനിറ്റ്സിലുണ്ടായിരിക്കും. അപ്പോൾ ഒരു മീറ്റിംഗ് നടന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാന തെളിവാണ് എന്ത്? മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോംസ് ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ലെറ്റർ, മെമ്മോ, നോട്ടീസ്, സർക്കുലർ, റിപ്പോർട്ട് ആൻഡ് മിനിറ്റ്സ്. അല്ല, മിനിറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതേപോലെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് നമ്മൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത്. ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സും ഫോംസ് ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. ഇനിയുള്ളത് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ റൈറ്റിംഗ് കോമ്പറ്റൻസിയിൽ എങ്ങനെയൊക്കെ വിജയിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.